അന്തഃസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് അന്തഃസ്രാവി വ്യവസ്ഥ. അന്തഃസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് അന്തഃസ്രാവി വ്യവസ്ഥ. ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തഃസ്രാവി ഗ്രന്ഥികളാണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തഃസ്രാവി ഗ്രന്ഥികൾ. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. അന്തഃസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. അന്തഃസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും രോഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. ഇനി പാൻക്രിയാസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. അന്തഃസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അന്തർസ്രാവിയായും ബഹിർസ്രാവിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈം, ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസ് ആണ് ആൻസർ. പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത് ആമാശയത്തിൻ്റെ താഴെയാണ്. ആമാശയത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അതുപോലെ തന്നെ പാൻക്രിയാസിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം കോശ സമൂഹങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം കോശ സമൂഹങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അതുപോലെ തന്നെ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണാണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോണാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നതും അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ഗ്ലൂക്കഗോണാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നത് ഇൻസുലിനും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോണും. ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് എച്ച് ബെസ്റ്റുമാണ്. ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് എച്ച് ബെസ്റ്റും 1921 ഇൻസുലിൻ കണ്ടെത്തിയത്. ഇൻസുലിനിലും അതുപോലെ തന്നെ കണ്ണുനീരിലും അടങ്ങിയ ലോഹം എന്ന് പറയുന്നത് സിങ്കാണ്. ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിലടങ്ങിയ ലോഹം സിങ്കാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg/100 മില്ലിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70 to 110 mg/100 മില്ലി. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 100 മില്ലി രക്തത്തിൽ 126 mg
ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാലാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കാം. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി എന്ന് പറയുന്നത് ചിത്രശലഭത്തിൻ്റെ ആകൃതിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ ആകൃതിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ്ജ ഉപയോഗം അറിയപ്പെടുന്ന പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ്ജ ഉപയോഗം അറിയപ്പെടുന്നതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. അതുപോലെ തന്നെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഉൽപ്പാദനം കുറയുന്നത് ഹൈപ്പോതൈറോയിഡിസവും ഉൽപ്പാദനം കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസമാണ്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. കുറയുന്നത് സിമ്പിൾ ഗോയിറ്ററും കൂടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്ററുമാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്ററാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം. അതുപോലെ തന്നെ മുതിർന്നവരിലുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ മിക്സഡിമയും കുട്ടികളിൽ ക്രെട്ടനിസവും. മുതിർന്നവരിലെ മിക്സഡിമയായും അതുപോലെ തന്നെ കുട്ടികളിലെ ക്രെട്ടനിസത്തിൻ്റെ കായുമായും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ മാറിപ്പോകില്ല. അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.